ഉപ്പയുള്ളത് ഉമ്മ ഉപ്പ ഉമ്മ ഉപ്പ നിങ്ങൾ എത്ര കാലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട്? ഇറങ്ങിപ്പോയതല്ലോ, ഇറക്കി വിട്ടതല്ലേ ഈ ഞങ്ങളെ. ഉപ്പ അതെൻ്റെ അടുത്ത് ഒന്ന് പറ്റിപ്പോയതാ. പിന്നെ സമാധാനത്തോടെ ഞാൻ ഒരു ദിവസം പോലും കിടന്ന് ഉറങ്ങിയിട്ട്. ഇറങ്ങിപ്പോയതിന് ശേഷം ഞങ്ങൾ നല്ല സമാധാനത്തോടെയാണ് അവിടെ കിടന്നത്. എൻ്റെ സമാധാനം വീണ്ടെടുക്കാനാണല്ലോ ഈ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൂട്ടണതില്ലേ. ഞാൻ പഠിച്ചതും അന്നെ ഞാൻ പഠിപ്പിച്ചതുമായിട്ടുള്ള മതത്തിനനുസരിച്ചല്ലല്ലോ ഉപ്പ എൻ്റെ ജീവിതം അല്ലേ. ഉപ്പ പഠിപ്പിച്ച പോലെ തന്നെ ഉപ്പ ഞാൻ ജീവിച്ചു വരുന്നത് പരമാവധി. ഞാനും കഴിച്ചും കഴിയണത് ഒരു വൃദ്ധസദനത്തിലാണ്. അവിടെ ചില ആൾക്കാർ ഇരിക്കുമ്പോഴൊന്നും മൊബൈലില്ല. ഒരു മൊബൈലിൽ ഇങ്ങനെ എന്തോ നോക്കി വളരെ കാര്യത്തോടെ നോക്കണ കണ്ടപ്പോൾ ഞാനും ഇവിടെ ഒന്ന് നോക്കി. അപ്പോഴാണ് എന്നെ കണ്ടത്. ഈ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി, പത്രക്കാരും ടി വിക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഓല മുന്നിൽ വാരി കോരി കൊടുക്കണം കണ്ടപ്പം എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? കുറേ കാലം കഴിഞ്ഞ് കണ്ടുപിട്ടിയ മോനോടുള്ള വാത്സല്യോ സ്നേഹമൊന്നുമല്ല. അന്നെ ഞാൻ പഠിപ്പിച്ചതും മതം എന്നെ പഠിപ്പിച്ചതും ഇങ്ങനെ കൊടുക്കാനല്ല. ഇത് സക്കാത്തല്ലടാ, ഇതൊരു തരം ചക്കാത്താണ്. എന്റെ വരുമാനത്തിനനുസരിച്ച് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് വാപ്പ. ഇജ് ചെയ്യണില്ല എന്നല്ല മോനെ വാപ്പ പറഞ്ഞത്, ഇജ് ചെയ്യണ രീതി ശരിയല്ല. സക്കാത്ത് എന്ന് പറഞ്ഞാല് അതിന് അർഹതപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് ഓലെ പെരയെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴേ അത് സക്കാത്താകുള്ളൂ. അല്ലാതെ ഈ വലിയൊരു വീടും വെച്ച് അതിനു ചുറ്റും കന്മതിലും കെട്ടി ഒരു ഗേറ്റും വെച്ച് ആ ഗേറ്റിൽ ആളുകളെങ്ങനെ വരിവരിക്ക് നിർത്തിയിട്ട് കൊടുത്ത് പത്രക്കാരും ടി വിക്കാരും ഒക്കെ കാണിക്കണതിന് സക്കാത്ത് എന്നല്ലട പറയാ. വലത് കൈ കൊണ്ട് കൊടുക്കണത് ഇടത് കൈ അറിയരുത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അതങ്ങനെ തന്നെ വേണേനും. അതല്ലാതെ ചെയ്യണതൊക്കെ കാട്ടിക്കൂട്ടലാ. എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിയാൽ അത് സമയാസമയങ്ങളിൽ പറഞ്ഞു തരാനും ബോധ്യപ്പെടുത്താനും തിരുത്തിക്കാനും രക്ഷിതാക്കൾ എന്നുള്ള എനിക്ക് ഞങ്ങൾക്ക് ചില കടമകളുണ്ട്. അതിനു വേണ്ടി മാത്രം അങ്ങോട്ട് വന്നത്. അയച്ചാ ബാ ഉപ്പ ഉപ്പ നിങ്ങൾ പോലേ ഉമ്മ, നിങ്ങൾ പോലേ. എന്നെ ഒന്ന് കാണുക എന്നെ കണ്ടു. ഞങ്ങള് പോട്ടെ. ഇത്രയും കാലമായിട്ട് ഞാൻ ഒറ്റയ്ക്കവിടെ കഴിയണത്. ഓള് എന്നെ വിട്ടുപോയി. ഉമ്മാക്ക് ഒറ്റ സങ്കടമുള്ളൂ, ഈ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളത്. തെറ്റും കുറ്റമൊക്കെ എല്ലാവർക്കും പറ്റും. ഈ ഓളെയും കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ഈ നല്ല രീതിയിൽ ജീവിച്ചു. ഞാനും ഉപ്പ അവിടെ നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു പോകുന്നുണ്ട്. തടഞ്ഞിട്ടും തടസ്സപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഞാനും കഴിച്ചപ്പോൾ കഴിയണത് നല്ല നിരക്കാണ്, നല്ല സ്വൈര്യത്തോടെയാണ്. അപ്പോഴാണ് ഞങ്ങൾ ജീവിതം എന്താണെന്ന് പഠിച്ചത്. ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാരുള്ള ഒരു വൃദ്ധസദനത്തിൽ അന്തേവാസികളാണ്. ഓർക്ക് ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവിടേക്ക് പോയേ പറ്റൂ. നാളെ മറ്റന്നാൾ 27-ാം രാവായി. ആ 27-ാം രാവിനെങ്കിലും എൻ്റെ കുട്ടി ആൾക്കാരെ ക്യൂ നിർത്താതെ ഓലെ പെരയിലേക്ക് തെരഞ്ഞു ചെന്ന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. അങ്ങനെ കടമ നിറവേറ്റുക. പടച്ചോൻ്റെ മുമ്പിൽ ശാരിയായ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ പടിയേറി വന്നപ്പോൾ സന്തോഷമായി. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാനാണുള്ളത്. പക്ഷെ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അന്നത്തെ ദേഷ്യത്തിന് പെട്ടെന്ന് എന്തോ പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നാവുന്ന് വന്നുപോയി. ഞാൻ നിങ്ങളെ നോക്കി നടക്കാത്ത സ്ഥലമില്ല. ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചു. എന്തായാലും എൻ്റെ മോന് തിരിച്ചറിവ് ഉണ്ടായല്ലോ, അത് മതി. ഇനി ഞങ്ങൾക്ക് എന്നെ കാണാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് വരാലോ. ഉപ്പ പോരുത്. നിങ്ങളൊന്ന് പറഞ്ഞോളൂ, നിങ്ങളോട് നിൽക്കേ. ആര് പറഞ്ഞിട്ടും ശുപാർശ ചെയ്തിട്ടും കാര്യമില്ല. ഇവിടുന്ന് ഇറക്കി വിട്ടപ്പം ഞങ്ങൾക്കുണ്ടായി തെറ്റിങ്ങളാണ്. ഓല് ഞങ്ങളെയും കാത്തു നിൽക്കുകയാണ്. ഓലെ നിരാശപ്പെടുത്താൻ ഇനി കഴിയില്ല. യാ റബ്ബുൽ ആലമീൻ, എൻ്റെ കുട്ടിക്ക് നല്ലത് വരുത്തണേ. കഴിച്ചാ അമ്മ, എനിക്കൊരു തെറ്റ് പറ്റിയല്ലേ. ഞാൻ ക്ഷമാപണം ചോദിക്കും വാപ്പാനും കുട്ടി. ഞാൻ പോട്ടെ.